നമസ്കാരം. നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണോ? ഇങ്ങനെ ആരോടും പോയി ചോദിക്കരുത് കേട്ടോ. അവർ നിങ്ങളെ ഒന്ന് ഇങ്ങനെ നോക്കും. നോർമൽ ആണോ എന്നാണ് നോക്കുന്നത് കേട്ടോ. കാരണം പിടിയിടില്ലേ. അപ്പോൾ എന്ത് തന്നെയായാലും നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്നവരായതുകൊണ്ട് വാട്സപ്പിലുള്ള രണ്ട് സെറ്റിംഗ്സുകൾ ഒരു കാരണവശാലും നിങ്ങൾ ഓഫ് ചെയ്തിടാൻ പാടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും വലിച്ചു നേടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത്തരം വീഡിയോകൾ വീണ്ടും കിട്ടുന്നതിന് വേണ്ടി ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോരോ. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യമായി നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഈ വലത് ഭാഗത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ആദ്യം കാണുന്ന അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ, അത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് സെലക്ട് ചെയ്തതിന് കൊടുക്കുമ്പോൾ ഈ ആദ്യം കാണുന്ന സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ, അത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ ഈ താഴെയായിട്ട് ഷോ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ ഓൺ ദിസ് ഡിവൈസ്, അത് ഡിഫാൾട്ടായിട്ട് ഓഫായിട്ടായിരിക്കും കിടക്കുന്നത്. അത് നിങ്ങൾ നോക്കുക. അത് നിങ്ങളിലും ഓഫായി കിടക്കുകയാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് ഒരു പരിധിവരെ സേഫ് ആയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നിങ്ങളുടെ വാട്സപ്പ് ആരെങ്കിലും ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം വേറൊരു സെറ്റിംഗ്സ് കൂടി നിങ്ങൾ ചെയ്തു വെക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ബാക്ക് പോവുക. വീണ്ടും വാട്സപ്പ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ, അത് ഒന്ന് സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്ത് താഴോട്ടൊന്ന് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കോൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ സൈലൻസ് അൺനോൺ കോളേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ ഓഫായാണ് കിടക്കുന്നതെങ്കിൽ അതും കൂടി ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കോണ്ടാക്റ്റ് ലിസ്റ്റിലില്ലാത്ത നമുക്ക് അറിയാത്ത നമ്പറുകളിലൊക്കെ നിന്ന് നമുക്ക് വരുന്ന കോളുകളൊന്നും നമുക്ക് ലഭിക്കുകയില്ല. അത് മിസ്ഡ് കോളായിട്ട് മാത്രം അവിടെ കിടക്കും. അപ്പോൾ ഈ 2 സെറ്റിംഗ്സുകളും നിങ്ങൾ ഓൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.